ഇതിങ്ങനെ തന്നെ നിന്നാൽ തകർത്തേനെ എന്ന് പറയില്ലേ നമ്മൾ. അതുപോലെ ഇതിങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മുനമ്പത്തെ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് കുടുംബങ്ങൾക്ക് മാത്രമല്ല കേരളത്തിനാകെ തന്നെയും വലിയ സമാധാനം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം ഇത് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള വർഗീയ സംഗതികൾ ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുഴപ്പങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഈ കോടതി വിധി അവസാന വിധിയായിട്ട് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ മുകളിലാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അവിടം കൊണ്ട് ഈ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ അവസാനിക്കുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് കിടക്കണം. അപ്പോൾ ഈ പറയുന്ന ബന്ധപ്പെട്ട ആളുകൾ ഇത് വഖഫ് ബോർഡ് തന്നെയാണ്, ഭൂമി തന്നെയാണ് എന്നൊരു നിലപാടെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ വീണ്ടും നമ്മൾ ഈ ചർച്ചയിലേക്ക് വരും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ 60-69 വർഷത്തിന് ശേഷം ഇങ്ങനൊരു നിലപാട് മാറ്റമായിട്ട് വന്നത് ശരിയായില്ല എന്ന് കോടതി ശരിയാവണ്ണം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ സത്താർ സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി കൊടുക്കുന്നു, നിങ്ങളത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കണം എന്ന ഒരു ക്ലോസ് കൂടെ വെക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങനെ ഒരു ക്ലോസ് വെക്കുകയും ചെയ്യുന്നത് വഖഫ് ഭൂമി ആവുകയില്ല എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വഖഫ് എന്ന് വെച്ചാൽ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കലാണ്. എന്ന് വെച്ചാൽ അത് കൊടുത്താൽ അതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ താൽക്കാലിക കൈവശാവകാശമോ പോലും എനിക്കില്ല. അത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, അതിലെനിക്ക് യാതൊരു അവകാശമില്ല. അപ്പോൾ പിന്നെ ഒരാൾ അങ്ങോട്ട് കൊടുത്തിട്ട് അതും കോളേജിന് കൊടുക്കുകയാണ്, വഖഫിലേക്കല്ല, കോളേജ് എടുത്തോളൂ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്ന ക്ലോസ് ഇത് വെച്ചാൽ നിശ്ചയമായിട്ടും അത് വഖഫ് ഭൂമിയല്ല എന്നത് നമ്മുടെ സാമാന്യ ബോധം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറിവ് വെച്ച് ഇത് നോക്കിയാൽ അങ്ങനെ കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി ശരിയാവണ്ണമാണ്, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണല്ലോ ഈ നിയമ നടപടികളെല്ലാം നടന്നത് എന്ന സാഹചര്യം നമ്മളെ ഒന്നുകൂടെ ആശങ്കാകുലരാക്കുന്നത്. കാരണം ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ഇനിയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഇതുകൊണ്ടൊരു പര്യവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനകത്ത് പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഈ പ്രശ്നം സമാപിപ്പിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കണ്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്.